Hello, +2 maths exam ആണ് നാളെ. നമുക്കറിയാം കെമിസ്ട്രി എക്സാം കുറച്ച് ടഫ് ആയിരുന്നു, ട്വിസ്റ്റ് ആയിരുന്നു. അപ്പോൾ +2 മാത്സിൽ നമ്മൾ പ്രെഡിക്റ്റബിൾ ആയിട്ട് 100% എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻ ആണ് LPP-യിൽ ഗ്രാഫ് വരയ്ക്കാൻ. LPP ഇപ്രാവശ്യം പണി തന്നാലോ എന്ന് പറഞ്ഞാൽ ചെറുതായിട്ട് വേണമെങ്കിൽ ട്വിസ്റ്റാ. കാരണം പണ്ടൊരു 5 വർഷം മുമ്പ് +1 ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ പണ്ട് +1 LPP ലീനിയർ ഇനീക്വാളിറ്റി പഠിക്കാനുണ്ടായിരുന്നു, അതിൽ ഗ്രാഫ് വരയ്ക്കാനുണ്ടായിരുന്നു. അതിൽ ഗ്രാഫ് തന്നിട്ട് ഇനീക്വാളിറ്റി കണ്ടുപിടിക്കാൻ പണ്ട് മോഡൽ ഉണ്ടായിരുന്നു. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ വർഷം എക്സ്പെക്ട് ചെയ്യാം. ഞാൻ വരരുതേ എന്ന് വിചാരിച്ചാണ് വീഡിയോ ഇടുന്നത്, പക്ഷെ വന്നാൽ നിങ്ങളിത് പഠിച്ചേ പറ്റൂ. അപ്പോൾ നിങ്ങൾക്ക് LPP ഗ്രാഫ് വരയ്ക്കാൻ അറിയാം, അതിൻ്റെ കൂടെ ഒരു 5 മിനിറ്റ് ശ്രദ്ധിച്ചാൽ മതി, ഈ കോൺസെപ്റ്റ് ക്ലിയർ ആവും. സംഭവം വേറൊന്നുമില്ല, നമ്മൾ LPP-യിലെ ക്വസ്റ്റ്യൻ എന്താണ്ട, കൺസ്ട്രെയിൻസ് തന്നിട്ട് ഗ്രാഫ് വരയ്ക്കാൻ പറയും. ഈ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ എന്തായിരിക്കടാ, ഗ്രാഫ് തന്നിട്ട് കൺസ്ട്രെയിൻസ് ഉണ്ടാക്കാൻ പറയും. ക്വസ്റ്റ്യൻ നൈസ് അല്ലേ, പൊളിച്ചില്ലേ? ഗ്രാഫ് തന്നിട്ട് കൺസ്ട്രെയിൻസ്, അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു ഗ്രാഫ് തന്നിട്ടുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, ഫൈൻഡ് ദ ലീനിയർ കൺസ്ട്രെയിൻസ് ഉണ്ടാക്കുക. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഗ്രാഫ്, നിങ്ങൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഈസി, നിങ്ങൾ ബി പാർട്ട് അറ്റൻഡ് ചെയ്യും. എങ്ങനെയാണ് മാക്സിമം മിനിമം, ഇത് ഏത് പ്രോബ്ലം, മിനിമൈസേഷൻ പ്രോബ്ലം. കോർണർ പോയിന്റ്സ് കണ്ടുപിടിക്കുക, അതിലെടുത്ത് കൊടുക്കുക, മിനിമം ഏതെന്ന് കണ്ടുപിടിക്കുക. സെക്കൻഡ് പാർട്ട് നിങ്ങൾ കണ്ടുപിടിക്കും, പക്ഷെ ഫസ്റ്റ് പാർട്ട് കൺസ്ട്രെയിൻസ് കണ്ടുപിടിക്കുക. അതെങ്ങനെയാണെന്ന് സാർപ്പം പറഞ്ഞുതരാം. ഭയങ്കര സിമ്പിളാണ്ടാ, നിസ്സാരം നിസ്സാരം നിസ്സാരം. എങ്ങനെയാന്ന് പറഞ്ഞുതരാട്ടാ. ഇങ്കപ്പാര് എടാ, കൺസ്ട്രെയിൻസ് കണ്ടുപിടിക്കണം. ഇവിടെ എത്ര ലൈൻ ഉണ്ടാ, 2 ലൈൻ. അപ്പൊ 2 കൺസ്ട്രെയിൻ. നമുക്ക് എത്ര ഗ്രാഫിൽ എത്ര ലൈൻ, 2, 3 3 കൺസ്ട്രെയിൻ. ഇവിടെ 2 ലൈൻ ആയതുകൊണ്ട് 2 കൺസ്ട്രെയിൻ. അതിൽ നമ്മൾ ഓരോ ലൈനിനെ പേരിടാം. ഞാൻ ആദ്യത്തെ ഈ ലൈനിനെ L1 എന്ന് പേരിട്ടു, ഇത് L2. അപ്പൊ 2 കൺസ്ട്രെയിൻ, L1 L2. +1 സ്ട്രൈറ്റ് ലൈൻ കണക്ട് ചെയ്താണ്. എൻ്റെ ഈ L1 പോയിന്റുകൾ 2 പോയിന്റ് വേണം എനിക്ക് കൺസ്ട്രെയിൻ എഴുതാൻ വേണ്ടി. L1 ഈ പോയിന്റ് ആരാണ് പിള്ളേരെ പറ, 8 0. അത് കോർണർ X ആക്സിസ് കിടക്കണ അല്ലേടാ. അടുത്ത് ഈ L2 ഈ പോയിന്റ് ആരാണ്ടാ, 10 0 10 0. എൻ്റെ പിള്ളേർക്ക് എല്ലാവർക്കും പോയിന്റ് മാർക്ക് ചെയ്യാൻ അറിയാം. അടുത്തതാ വീണ്ടും ഈ പോയിന്റ് ആരടാ, ഇത് Y ആക്സിലാണ്, തിരിച്ചിടണേ. 0 6. ഈ പോയിന്റ് ആരടാ, 0 5. ക്ലിയർ ആണേ. ഒരു ലൈനിൽ 2 പോയിന്റ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും, ഇക്വേഷൻ ഓഫ് ലൈൻ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ ഞാൻ അടുത്ത ഇപ്പുറത്തെ പേജ് ചെയ്യാം കേട്ടോ. ഇക്വേഷൻ ഓഫ് ലൈൻ കണ്ടുപിടിക്കാൻ പോവാണ്. ആദ്യം ഇക്വേഷൻ ഓഫ് L1 ശ്രദ്ധിച്ചേ. L1 എന്ന് പറഞ്ഞാൽ എൻ്റെ ഇക്വേഷൻ, L1 2 പോയിന്റ് 8 0 പിന്നെ ആരാ 0 6. അപ്പൊ L1 2 പോയിന്റ്സ് ആരൊക്കെയാ, 8 0 0 6. ഒന്നും കൂടെ ഞാൻ കൺഫേം ചെയ്തോട്ടെ, കാരണം ഇനി കണ്ണിന്റെ പ്രശ്നമുള്ളതുകൊണ്ട് അറിയാം. 8 0 ഇങ്ങനെ പോകുമ്പോൾ 0 6 ആണ്. ആരുടെ പോയിന്റ് എന്ന് പറഞ്ഞാൽ L1 പോയിന്റ്. അപ്പൊ അവന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കേണ്ട ഫോർമുല +1. നമ്മുടെ ഫോർമുല ആരാ, y2 - y1 by y - y1 equal to x2 - x1 by x - x1. അല്ലെങ്കിൽ സ്ലോപ്പ് കണ്ടുപിടിച്ചിട്ട് y - y0 equal to m into x - x0. 2 ലൈൻ തന്നിരുന്നാൽ അതിന്റെ എന്താണ്, ആ 2 ലൈൻസിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കുന്ന ഫോർമുല തിരിച്ചും പഠിക്കാം. y - y1 by y2 - y1 equal to x - x1 by x2 - x1. ഇങ്ങനെ വേണോ നിങ്ങൾക്ക് പഠിക്കാൻ, നിങ്ങൾ ഇഷ്ടം ഇങ്ങനെ വേണം പഠിക്കും പിള്ളേരെ. അല്ലെങ്കിൽ y2 - y1 by, നിങ്ങൾ ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കും പഠിച്ചോളാം. y2 - y1 by x2 - x1 equal to y - y1 by x - x1. എങ്ങനെ വേണോ ഈ ഫോർമുല തിരിഞ്ഞും മറിഞ്ഞും വരാം. ഞാൻ ഇങ്ങനെ എടുക്കുന്നു, y2 - y1 by y - y1 equal to x2 - x1 by x - x1. എങ്ങനെ വേണോ നോക്കി ഫോർമുല എടുക്കാം, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു വരും. നിങ്ങൾ എങ്ങനെയാണോ +1 പഠിച്ചിട്ടുള്ള ആ ഫോർമുല എടുക്കുക. ഇനി അതൊന്നും ഓർമ്മയില്ലെങ്കിൽ ഈ ഫോർമുല പഠിച്ചോളാം. ഇത് x1 y1 x2 y2. എൻ്റെ പിള്ളേർക്ക് എല്ലാം ഇതൊക്കെ കൊണ്ട് കൊടുക്കാൻ അറിയാം. പിന്നല്ല നമ്മൾ +2 മിടുക്കം പിള്ളേരായി. ഇന്ന് ഇതൊക്കെ നമുക്ക് എന്ത് ടഫ് കൊണ്ടുകൊടു. y2 - y1 6 - 0 by y - y1. y എന്ന് പറഞ്ഞാൽ y മൈനസ് കുറച്ചും കൂടെ കട്ടി കൊടുക്കാം. y - y1 ആറാ 0. y2 - y1 by y - y1 0 equal to x2 - x1 0 - 8 by x - x1. x - x1 ആർടാ 8. പിള്ളേരെ മനസ്സിലായില്ലേ? x1 y1 x2 y2. ഇനി പറഞ്ഞു തരത്തില്ല, നോക്കിക്കോ. ഓക്കെ, ഇത് പെട്ടെന്ന് സോൾവ് ചെയ്യണം. അങ്ങോട്ട് 6 - 0 6 by y -8 by x - ഇങ്ങോട്ട് ക്രോസ് ചെയ്യും, ഇങ്ങോട്ടും അങ്ങോട്ടും അങ്ങും പെട്ടെന്ന് അങ്ങ് എടുത്ത് ക്രോസ് ചെയ്യാം. അങ്ങോട്ട് എന്താണ് 6 into x - 8 equal to അങ്ങോട്ട് ക്രോസ് ചെയ്യടാ -8. എൻ്റെ കുട്ടികൾക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ പെട്ടെന്ന് അങ്ങ് ചെയ്യാണ്. ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ +2 അറിഞ്ഞൂടെന്ന് പറഞ്ഞാൽ നാണക്കേട് തന്നെ, പങ്കം തന്നെ. ഇവിടെ നോക്ക്, ഇല്ല ഇപ്പുറത്തോടാ. 6x + 8 by 48 അപ്പുറത്ത് 48. ഇങ്ങനെ ഇക്വേഷൻ ഫോം ചെയ്ത് വയ്ക്കുക കേട്ടോ. 8 by ഇപ്പുറത്ത് വരിക, കോൺസ്റ്റന്റ് അപ്പുറത്ത് പോവുക. ഇതാണ് L1 ഇക്വേഷൻ ഓഫ് L1. സിമിലർലി ഇക്വേഷൻ ഓഫ് L2 നമ്മൾ കണ്ടുപിടിക്കും.
ഇക്വേഷൻ ഓഫ് L2. L2 പാസ് ചെയ്യുന്ന പോയിന്റ് എവിടെയാ? ഇപ്പുറത്തെ ഗ്രാഫ് L2 പോയിന്റ് 10 0 ഇങ്ങനെ വന്ന് ഇതാണ് L2 0 5 10 0 10 0 0 5 ഒന്നും കൂടെ ഞാൻ കൺഫേം ചെയ്യട്ടെ 10 0 0 5 ആണ് L2 പോയിന്റ്സ്. അപ്പൊ 2 പോയിന്റ് ഉണ്ട്. സിമിലർലി അവന്റെ ഇക്വേഷൻ നിങ്ങൾ കണ്ടുപിടിക്കാൻ പോയി. L2 ഇക്വേഷൻ നമ്മൾ കണ്ടുപിടിക്കാൻ പോയാണ്. എങ്ങനെ കണ്ടുപിടിക്കും? L2 ഇക്വേഷൻ കണ്ടുപിടിക്കാൻ നമ്മൾ ഈ ഫോർമുലയിൽ അപ്ലൈ ചെയ്യും. അപ്പൊ ഇതാണ് ഇയാൾ ആരെന്ന് എടുക്കുക x1 y1 x2 y2. അപ്പം y2 minus y1 5 minus 0 by y minus 1 equal to x2 minus x1 0 minus 10 by x minus x1 x minus 10. ഓക്കെ, അപ്പൊ ശ്രദ്ധിച്ചോളുക. ഇവിടെ 5 by y equal to minus 10 by x minus 10 ക്രോസ് ചെയ്യുക. ഇങ്ങോട്ട് ക്രോസ് ചെയ്യുമ്പോൾ 5 into x minus 10 equal to minus 10 by കിട്ടിയേ. അടുത്തെങ്കിൽ ചെയ്യുമ്പോൾ എന്തോടാ 5x minus 50 equal to minus 10 by 11 ഇപ്പുറത്ത് വാ 5x plus 10 by equal to 50. ഇതാണ് അടുത്ത ഇക്വേഷൻ. തീർന്നില്ല, ഇക്വേഷന് ചെറിയൊരു പരിപാടിയും കൂടെ ഉണ്ട്. നമുക്ക് എപ്പോഴും ഇക്വേഷൻ്റെ സിംപ്ലിഫൈഡ് ഫോം മതി. ഇതിനൊക്കെ ത്രൂ ഔട്ടായിട്ട് എത്രയെങ്കിലും കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും നോക്കടാ. 6 8 48 ത്രൂ ഔട്ടായിട്ട് നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത് ഷോർട്ട് ആക്കിയാലോടാ. ഇതിലൊന്നും തെറ്റൊന്നുമില്ലല്ലോ കുട്ടികളെ, കറക്റ്റ് അല്ല. ഇത് 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് ഷോർട്ട് ആക്കിയാൽ എന്ത് വരും? 3x plus 4y equal to 24 എന്ന് വരും. ഷോർട്ട് ആക്കി 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് ഷോർട്ട് ആക്കി. ഇതിനെ ത്രൂ ഔട്ട് 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് ഷോർട്ട് ആക്കുക അല്ലേ. അപ്പൊ എന്തുവാ x plus 2y equal to 25. ഇങ്ങനെ ഷോർട്ട് ആക്കണം നിർബന്ധമില്ല, പക്ഷെ നിങ്ങൾ ഷോർട്ട് ആക്കി പഠിക്കുക. എപ്പോഴും ഒരു ഇക്വേഷൻ ത്രൂ ഔട്ട് 2 കൊണ്ട് മൾട്ടിപ്ലൈ നമ്മൾ ഷോർട്ട് എപ്പോഴും നമുക്ക് സിംപ്ലസ്റ്റ് ഫോമുല മതി കേട്ടോ ഇക്വേഷൻ എഴുതുമ്പോൾ. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് കേട്ടോ. ആർക്കെങ്കിലും സംശയം ഉണ്ടോ? ഈസി അല്ലേ? അപ്പൊ ഇത്രയിൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കണം. ഇത്രയിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പം ചോദിക്കണം. എടാ കുട്ടികളെ ഇവിടെ നോക്കടാ. എടാ നോക്കി എടാ 10 അല്ലേ? സോറി എടാ ഇതാ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര ഉണ്ടാ? 5x 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ x 10 2 50 5 കൊണ്ട് ഡിവൈഡ് 10. ഞാൻ പോയി 1ാം ക്ലാസ്സിലിരിക്കാം. ഓക്കെ, 5ന്റെ ടേബിൾ അല്ലേ. അപ്പൊ 50/5 ആരടാ? 10. ക്ലിയർ ആണേ? സംശയം ഉണ്ടോ? നെക്സ്റ്റ് അപ്പൊ 2 ഇക്വേഷൻ കിട്ടി. 2 ഇക്വേഷൻ എടുത്ത് ഇപ്പുറത്ത് എഴുതണം. 3x plus 4y equal to 24. അപ്പൊ L1 3x plus 4y equal to 24. അടുത്ത ഇക്വേഷൻ നോക്കുക. അപ്പുറത്ത് എന്താ കിട്ടിയത്? x plus 2y equal to 10. x plus 2y equal to 10. 2y equal to 10. എനിക്ക് ഗ്രാഫും കൂടെ വേണം അത് പറഞ്ഞുതരാൻ വേണ്ടി. അതുകൊണ്ടാണ് ഞാൻ അപ്പുറത്ത് സോൾവ് ചെയ്തിട്ട് ഇപ്പുറത്ത് എടുത്തത് കേട്ടോ. ക്ലിയർ ആണ്? ആർക്കെങ്കിലും സംശയം ഉണ്ടോ? പക്കയില്ലേ? പക്ഷെ നിങ്ങളടുത്ത് ഞാൻ ഇക്വേഷൻ അല്ല ക്വസ്റ്റ്യൻ. ഫൈൻഡ് എന്താണ്? ലീനിയർ കൺസ്ട്രൈൻസ്. വി ഹാവ് ടു ഫൈൻഡ് ഇനീക്വാളിറ്റി. നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ഇനീക്വാളിറ്റി കണ്ടുപിടിക്കണം. അതെങ്ങനെയാണ്ടാ പിള്ളേരെ? ഈ ഇക്വേഷൻ ഇനീക്വാളിറ്റി കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? പഠിപ്പിച്ചു തരാം. ഭയങ്കര സിമ്പിൾ ആണ്. നിസ്സാരം. എന്താണ്? പറ നിസ്സാരം. എങ്ങനെ നിസ്സാരം? ഇങ്ങ പാര്, വേറെ ഒന്നുമില്ല കുട്ടികളെ. നമ്മൾ എപ്പോഴും ഇങ്ങനെ എടുക്കുക. 3x plus 4y എന്ന് എടുക്കുക. എളുപ്പമാണേ. ഈ 24. അപ്പൊ ഇതിന്റെ ഇടയിൽ നിങ്ങൾ ഇടേണ്ട സാധനം ഒന്നുകിൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇടണം, അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഇടണം. ഇതാണ് നമ്മൾ ഇനീക്വാളിറ്റി. ഇതാണ് കോൺസെപ്റ്റ്. ഇതിൽ ഏതാണ് കറക്റ്റ്? ഒന്നുകിൽ പൊട്ടക്കണ്ണം മാങ്ങറിയണ പോലെ ഇങ്ങിട്ടിട്ട് പോവാ അല്ലേ? വേണ്ട, കറക്റ്റാ പറഞ്ഞിടാം. ഇത് 3x plus 4y ആരുടെ ഇക്വേഷൻ ആയിരുന്നോടാ? ഇതുകൂടെ മാർക്ക് ചെയ്യേ. 3x plus 4y L1 മറ്റേത് L2 അല്ലേ? കറക്റ്റ്. അപ്പൊ ഇയാൾ ആരാ? ഇത് L1ന്റെ ഇക്വേഷനും ഇതാരാ? L2ന്റെ ഇക്വേഷൻ. അപ്പൊ നമ്മൾ L1 L2 അല്ലേ? L1 L2 ലൂസിഫർ 1 ലൂസിഫർ 2 മറ്റൊന്ന് എംബ്രിയൻ റിലീസ് ആവും അല്ലേ? അതൊന്നും അല്ല. ഓക്കെ, നോക്കാം. ക്ലിയർ? അപ്പൊ നമുക്ക് ഇതിന്റെ ഇടയിലുള്ള ലെസ് ദാൻ ആണോ ഗ്രേറ്റർ ആണോ എങ്ങനെ ചെക്ക് ചെയ്യുമെന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ചെക്ക് ചെയ്യുന്ന പോലെ 2 പോയിന്റ്സ് എടുക്കാം. ഓക്കെ, നിങ്ങൾ ആദ്യം L1ന്റെ ഷെയ്ഡഡ് റീജിയൻ എങ്ങോട്ട് നോക്കടാ. L1ൽ താഴോട്ടാണ് ഷെയ്ഡ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും L1ൽ എങ്ങോട്ടാണ് ഷെയ്ഡ് ചെയ്തിരിക്കുന്നത്. താഴോട്ടാണ് L1ന്റെ ഷെയ്ഡഡ് പോർഷൻ വന്നിരിക്കുന്നത്. ക്ലിയർ അല്ലേ? നിങ്ങൾ L1ന്റെ അകത്തോട്ടുള്ള ഒരു പോയിന്റ് എടുക്കുക. പോയിന്റ് എടുത്ത് ചെക്ക് ചെയ്യുക. നമ്മൾ സാധാ ചെയ്യുന്ന പോലെ 0 0 ചെക്ക് ചെയ്ത് 0 0 ചെക്ക് ചെയ്യുമ്പോൾ ഇതിലെടുത്ത് കൊടുക്കുക. എക്സിനും 0 വൈക്കും 0 കൊടുക്കുക. അങ്ങനെ 0 0 കൊടുത്തപ്പം 0 3 into 0 plus 4 into 0. അപ്പൊ എത്ര വരും? 0. അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. എക്സിനും വൈക്കും 0 കൊടുക്കുമ്പോൾ 0 24-നേക്കാളും ചെറുതാണോ വലുതാണോ? കോൺസെപ്റ്റ് പറ. ചെറുതാണോ വലുതാണോ? ചെറുതല്ലേ? ചെറുതാണെങ്കിൽ ആ 0-ലോട്ടല്ലേ ഷെയ്ഡ് ചെയ്യേണ്ട? ഇക്വേഷൻ കറക്റ്റ് അല്ലേ? താഴോട്ടല്ലേ ഷെയ്ഡ് ചെയ്യേണ്ടത്? നോക്ക്, L1 നമ്മൾ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന താഴോട്ടാ എന്ന് പറഞ്ഞാൽ 0 എന്ന് പറഞ്ഞ റീജിയനിലോട്ടാ ഷെയ്ഡ് ചെയ്തിരിക്കുന്നത്.
അപ്പം ഇത് ഇങ്ങനത്തെ കണ്ടീഷൻ ആയതുകൊണ്ടല്ലേ നിങ്ങൾ ഇവിടെ 0 പോയിന്റ് ഇട്ടിട്ട് ട്രൂ ആയതുകൊണ്ട് നിങ്ങൾ താഴോട്ട് ഷെയ്ഡ് ചെയ്ത് തിരിച്ചിന്തിച്ച് നോക്കിയാൽ മതി. ഏത് കണ്ടീഷൻ ഇടുമ്പോഴാണ് നിങ്ങൾ താഴോട്ട് ഷെയ്ഡ്, നിങ്ങൾ ഷെയ്ഡ് റീച്ച് നോക്കുക. L1 എന്ന ഗ്രാഫ് താഴോട്ടാണ് ഷെയ്ഡ് ചെയ്തത്. താഴോട്ട് ഷെയ്ഡ് ചെയ്തെന്ന് മീനിങ് നമ്മളുടെ കണ്ടീഷൻ ട്രൂ ആയിരുന്നു. അപ്പം ഞാൻ 0 ഇട്ടപ്പോൾ 24-നേക്കാളും 0 ചെറുത് ട്രൂ ആണ് കണ്ടീഷൻ. മനസ്സിലായോ? താഴോട്ട് ഷെയ്ഡ് ചെയ്ത് എന്തുകൊണ്ടാണ്? ഇവിടെയാണ് നിങ്ങൾ ആ 0 എന്ന് പറഞ്ഞ പോയിന്റ് എടുത്തത്. അപ്പം നമ്മളെ കണ്ടീഷൻ കറക്റ്റ് ആയതുകൊണ്ട് ആ പോയിന്റിലോട്ടാണ് നിങ്ങൾ ഷെയ്ഡ് ചെയ്യുക, താഴോട്ട്. ഇനി അതേസമയം ഇവിടെ നോക്കിയടാ, നിങ്ങൾ L2-ന്റെ ഗ്രാഫ്, ഇതാണ് L2-ന്റെ ഗ്രാഫ്. നിങ്ങൾ സത്യം പറഞ്ഞാൽ എങ്ങോട്ടാ? L2-ന്റെ ഷെയ്ഡ് പോർഷൻ മുകളിലോട്ടാ അല്ലേ? L2 നമ്മൾ മുകളിലോട്ടാ. രണ്ടിന്റെ കോമൺ പോർഷനാണ് മിഡിൽ വന്നിട്ട്, രണ്ടിന്റെ കോമൺ പോർഷനാണ് ഇങ്ങനെ വന്നിരിക്കുന്നത്. L2 പക്ഷേ എന്താണ്? L2-ന്റെ ഗ്രാഫിന്റെ മുകളിലും L1-ന്റെ ഗ്രാഫിന്റെ താഴോട്ടുമാണ് എന്ത് വന്നിരിക്കുന്നത്? ഷെയ്ഡ് പോർഷൻ വന്നിരിക്കുന്നത്. അപ്പൊ L2-ന്റെ മുകളിൽ എന്ന് പറയുമ്പോൾ L2-ന്റെ കണ്ടീഷൻ തെറ്റാണ്. അപ്പൊ നോക്ക്, x + 2y 10. അവിടെ എന്തിടണം? നിങ്ങൾ ഇവിടെ എക്സിന് വൈക്കും വരെ 0 ഇട്ട്. അപ്പൊ ആൻസർ 0 0 10. സത്യം പറഞ്ഞാൽ ആ കണ്ടീഷൻ തെറ്റായിരുന്നു. അപ്പൊ ഇവിടെ കണ്ടീഷൻ തെറ്റാകണമെങ്കിൽ മീനിങ് എന്താണ്? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വരണ്ടേ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഇനീക്വാലിറ്റി ആരാ? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വരണ്ടേ. കാരണം ഇനി നോക്ക്, ഈ രണ്ടാമത്തെ ലൈൻ x + 2y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 10 ആയതുകൊണ്ടാണ് നിങ്ങൾ 0 ഇടും. അപ്പൊ 10-നേക്കാളും വലുതാണോ 0? അല്ല, തെറ്റാണ്. തെറ്റായതുകൊണ്ട് നിങ്ങൾ L2-ന്റെ ഗ്രാഫിന്റെ മുകളിലോട്ട് ഷെയ്ഡ് ചെയ്തു. ആദ്യത്തെ കണ്ടീഷൻ ട്രൂ ആയതുകൊണ്ട് താഴോട്ട്. അപ്പൊ ആ കണ്ടീഷൻ നോക്കിയിട്ട് മുകളിലാണോ താഴെയാണോ ഷെയ്ഡ് ചെയ്യുക എന്ന് മനസ്സിലാക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഇക്വേഷൻ ഇങ്ങനെ എഴുതുക, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 24 എന്ന് എഴുതുക, ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 24 എന്ന് എഴുതുക. രണ്ട് കണ്ടീഷൻ നിങ്ങൾ ചെക്ക് ചെയ്യുക. എന്നിട്ട് ഏത് കണ്ടീഷൻ വെച്ചാണ് ഇവിടെ ഷെയ്ഡ് ചെയ്തിരിക്കുന്നത് ചിന്തിച്ചാൽ മതി. രണ്ട് കണ്ടീഷനല്ലോ, ഈ കണ്ടീഷൻ വെച്ചാണോ ഇവിടെ ഷെയ്ഡ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ കണ്ടീഷൻ വെച്ചാണോ ഇവിടെ ഷെയ്ഡ് ചെയ്തിരിക്കുന്നത് ചിന്തിക്കുക. ഓക്കെ, ഞാൻ പറഞ്ഞില്ല, ഈ ഇനീക്വാലിറ്റി കണ്ടുപിടിക്കേണ്ടത് കുറച്ചും കൂടെ ഹൈ ലെവൽ കുട്ടികൾക്ക്, ചിന്തിക്കുന്ന കുട്ടികൾക്കേ പറ്റുള്ളൂ. അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഇതുവരെയെങ്കിലും കണ്ടുപിടിച്ച് വെച്ചാൽ യു വിൽ ഗെറ്റ് ദ മാർക്ക്. പക്ഷെ എളുപ്പമാണ്, ചിന്തിക്കുക. ഏത് ലെസ് ആകുമ്പോഴാണ് ഗ്രേറ്റർ ആകുമ്പോഴാണോ ഇങ്ങനത്തെ ഷെയ്ഡ് പോർഷൻ വരുന്നതെന്ന് ചിന്തിക്കുക, അങ്ങ് ഇട്ട് കൊടുക്കുക. മനസ്സിലായോ? ഇതാണ് കോൺസെപ്റ്റ്. ഒന്നുകിൽ ഇങ്ങനെ എടുക്കുക, രണ്ട് രീതിയിലും എഴുതിയിട്ട് ഇതിൽ ഏത് രീതിയിൽ എഴുതുമ്പോഴാണ്, ഇപ്പൊ ഇതാരുടെയാ? L1 അല്ലേ? L1 എന്ന് പറയുമ്പോൾ L1-ന്റെ ഗ്രാഫിന്റെ താഴോട്ട് ഷെയ്ഡ് ചെയ്യുന്നത് ഏത് രീതിയിൽ എഴുതുമ്പോഴാണ് താഴോട്ട് ഷെയ്ഡ് ചെയ്യുന്നത്? ഈ കണ്ടീഷനാണ്. L2-ന്റെ കേസ് നോക്കിയുമ്പോൾ x + 2y ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 10, x + 2y ലെസ് ദാൻ ഈക്വൽ ടു 10. രണ്ട് രീതിയിൽ എഴുതാം. ഇതിൽ ഏത് രീതിയിൽ എഴുതുമ്പോഴാണ് നമുക്ക് രണ്ടാമത്തെ L2-ന്റെ ഗ്രാഫ് മുകളിലോട്ടാണ് ഷെയ്ഡിങ് പോയിരുന്നത്. മുകളിൽ നിന്ന് കണ്ടീഷൻ തെറ്റാകണം. ഓക്കെ, എന്ന് പറയുമ്പോൾ 0 എടുക്കുമ്പോൾ ഇതിൽ തെറ്റാവുന്ന കണ്ടീഷൻ ഏതാ? ആദ്യത്തെ. 0 കൊടുക്കുമ്പോൾ തെറ്റാവുന്ന ആദ്യത്തെ. രണ്ടാമത്തെ കറക്റ്റാ, 0 ലെസ് ദാൻ 10 കറക്റ്റാ. അപ്പൊ ഇവിടെ 0 കൊടുക്കുമ്പോൾ തെറ്റാവുന്ന ഫസ്റ്റ് കണ്ടീഷൻ. അപ്പൊ ഇതാണ് കറക്റ്റ്. എങ്ങനെ വേണോ ഇന്റർപ്രറ്റ് ചെയ്യുക. നിങ്ങൾക്ക് മനസ്സിലായോ? ഇത് കുറച്ച് റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യനാ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമ്മളുടെ ഇനീക്വാലിറ്റീസ് ഏതൊക്കെയാണ്? നമ്മൾ ഇനീക്വാലിറ്റി എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? നമ്മളെ ഇനീക്വാലിറ്റി ഒന്ന് ഇതും രണ്ടാമതും. ഇതാണ് നമ്മളെ കൺസ്ട്രെയിൻസ്. ഫൈൻഡ് ലീനിയർ കൺസ്ട്രെയിൻസ് എന്ന് പറഞ്ഞാൽ എയുടെ ആൻസർ ഈ രണ്ടുമാണ്. ബിയുടെ ആൻസർ ഇനി പഴയതല്ല, കൺസ്ട്രെയിൻ കിട്ടി. ഓൾറെഡി ഗ്രാഫ് ക്വസ്റ്റ്യനിലുണ്ട്. കോർണർ പോയിന്റുകൾ നിങ്ങൾ എടുക്കുക. കോർണർ പോയിന്റ് ആരൊക്കെയാണ്? ഈ പോയിന്റ്, എല്ലാ പോയിന്റ്സ്, ഈ പോയിന്റ് നിങ്ങൾക്ക് ഗ്രാഫിൽ നിന്ന് തന്നെ കിട്ടും. അല്ലെങ്കിൽ ഈ രണ്ട് ലൈനിന്റെ ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്യുക? സൈമിൾട്ടേനിയസ് സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്ന പോയിന്റ് ആണ്. അതൊക്കെ നിങ്ങൾക്ക് അറിയാം. ബാക്കി നിങ്ങൾ പഴയതുപോലെ ചെയ്തോളുക. മനസ്സിലായോ? റാങ്ക് മേക്കിംഗ് ആണ് കുട്ടികളെ. അപ്പൊ നിങ്ങൾക്ക് ഇത് പറഞ്ഞു തന്നേ ഉള്ളൂ. ആ ഇനീക്വാലിറ്റി കണ്ടുപിടിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ രീതിയിൽ ചിന്തിച്ചാൽ മതി. ഏത് കണ്ടീഷൻ വരുമ്പോഴാണ് നമ്മൾ ഇങ്ങോട്ടും അങ്ങോട്ടും ഷെയ്ഡ് ചെയ്യുന്നത്, നിങ്ങളുടെ ചിന്തയിൽ വരുന്ന ആൻസർ കറക്റ്റ് ആയിരിക്കും. പിടികിട്ടിയോ? മനസ്സിലായോ? ഈ ക്വസ്റ്റ്യൻ വരാതിരിക്കട്ടെ. വന്നാൽ നിങ്ങൾ എഴുതണം. ഭയങ്കര സിമ്പിൾ ആണ്. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. ഞാൻ നിങ്ങൾക്ക് തരുന്നത് ഏത് മൂല്യം എന്ന് ചോദിച്ചാലും നമ്മളെപ്പോഴും ആൻസറബിൾ ആയിരിക്കണം എന്ന രീതിയിലാണുള്ള ക്വസ്റ്റ്യൻസ് ആണ് തരുന്നത്. മാക്സിമം നിങ്ങളെ ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കുക. ഇത് കിട്ടില്ല ക്വസ്റ്റ്യൻ ആണ്. വന്നിട്ട് അയ്യോ സാറേ ടഫായി പോയെന്ന് കരഞ്ഞിട്ട് കാര്യമില്ല. 5 മിനിറ്റ് നോക്കിയത് മനസ്സിലാകും. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.